ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ കാലത്തിന് ശേഷമാണ് ഞാനിങ്ങനെ ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്തത്. അതിനു മടി കാരണമാണ് ഗൈസ്, വേറെ ഒന്നുമല്ല. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് വന്നിട്ട് ഖത്തറിൽ എത്തുന്നത് വരെയുള്ള വ്ളോഗാണ് കേട്ടോ. അപ്പോൾ തലേന്ന് എനിക്കൊരു കല്യാണം ഉണ്ടായിരുന്നു, അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നമ്പറിന് അത് പോയിരുന്നു റെഹാൻ്റെ തറവാട്ട് സ്ഥലത്തോട്ട്. അവിടെ നിന്ന് വേഗം ട്രെയിനൊക്കെ പിടിച്ച് രാവിലെ തന്നെ വന്നു, കാരണം പിറ്റേ ദിവസം ഏർലി മോർണിംഗ് ആണ് എനിക്ക് പോകേണ്ടത്. സോ ഞാൻ വന്ന് പാക്കൊക്കെ ചെയ്തു. അതിൻ്റെ ഇടയിൽ എനിക്കൊരു അനിയത്തിൻ്റെ ഗിഫ്റ്റൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിനാണ് ബോക്സൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ രാവിലെ എങ്ങനെയല്ലോ എണീറ്റ് പോയി. ഈ ഖത്തറിൽ പോകുന്ന ട്രിപ്പ് എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടായ ട്രിപ്പാണ്. ഒരു ഓഫീസിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ വെറുതെ ഉപ്പാൻ്റെ അടുത്ത് ചോദിച്ചു, ഉപ്പ ഞാനും ഖത്തറിൽ വന്നാലും ഇവർ ഓൾറെഡി പ്ലാൻഡ് ആണ്. എൻ്റെ ഉമ്മ അനിയനോ 7 ഡേയ്സിന് 15 ഡേയ്സിന് പോകുന്നുണ്ടെന്ന്. സോ ഞാൻ വെറുതെ ചോദിച്ചാൽ ഞാനും വന്നാലും ഉപ്പത് സീരിയസ് ആയിട്ട് എടുത്തു. അങ്ങനെ അത് 2 ദിവസം കൊണ്ട് വിസ അപ്ലൈ ചെയ്യലും വിസ കിട്ടലും ഒക്കെ ആയിട്ടൊക്കെ പെട്ടെന്നായിരുന്നു ഉണ്ടായിരുന്നത്. ടിക്കറ്റ് എടുത്തതുപോലും പെട്ടെന്നാണ്. അത് ചുമ്മാ ഒരു രസമല്ലേ, ക്രിസ്മസ് ആഘോഷിക്കാം. അതേപോലെ തന്നെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു 27 ഡിസംബറിന്. അപ്പോൾ അതൊക്കെ അവരുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. റെഹാൻ വന്നില്ല അൺഫോർച്ചുനേറ്റ്ലി, അവനക്കൂടെ പണിയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഫോണൊന്ന് വീഴുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ചൊന്നും സംഭവിച്ചൊന്നുമില്ല, എൻ്റെ നെഞ്ഞൊന്ന് ഇടിച്ചായിരുന്നു, അത്രേ ഉള്ളൂ. പിന്നെ എയർപോർട്ടിൽ എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു തിരക്കൊന്നും ഉണ്ടായിരിക്കില്ല എന്ന്. പക്ഷേ അകത്ത് കയറിയപ്പോൾ പിന്നെ ഒടുക്കത്തെ തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ ആ തിരക്കിലൊക്കെ നിന്ന് എനിക്ക് എൻ്റെ ബോർഡിംഗ് പാസും ടിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ അതിൻ്റെ അടിപൊളിയായിട്ടുള്ള ഡ്യൂട്ടി ഫ്രീ ആയിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ കുറേ എന്തെങ്കിലുമൊക്കെ വാങ്ങണമെന്ന് വിചാരിച്ച്, പക്ഷെ ഒക്കെ നല്ല വില കൂടുതലായതുകൊണ്ട് പിന്നെ ഞാനൊന്നും വാങ്ങിച്ചില്ല. പിന്നെ അവിടെ കുറച്ച് നേരമൊക്കെ കറങ്ങി നടന്നു. പിന്നെ ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ. അതൊക്കെ ഈസി ആയിട്ട് നടന്നു, വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടെ എത്തുമ്പോൾ എന്താവും എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു, ബട്ട് ഇറ്റ്സ് ഫൈൻ. പിന്നെ ഞാൻ അവിടെ പോയി രാവിലെ ഒന്നും കഴിക്കാത്തത് കൊണ്ട് ഞാനൊരു ബർഗറൊക്കെ ഓർഡർ ചെയ്തിരുന്നു. ഇൻഡിഗോ ഫ്ലൈറ്റ് ആയിരുന്നു ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്, അപ്പോൾ അതിലൊന്നും കിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാം പാർസൽ ചെയ്ത് വാങ്ങിച്ചു. എൻ്റെ ബോർഡിങ് ടൈം തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറേ നടക്കാനുണ്ടായിരുന്നു, ഞാൻ കൂടെയൊക്കെ നടന്ന് ക്ഷീണിച്ചിരുന്നു, അതാണ് സംഭവിച്ചത്. പിന്നെ അത്യാവശ്യം വലിയ എയർപോർട്ടാണ് കേട്ടോ, മുംബൈ എയർപോർട്ട്. പറഞ്ഞറിയിക്കാൻ വയ്യ, കാരണം ഞാൻ നടന്ന് ഉപ്പാടെ ഇളകിയിരുന്നു. പിന്നെ കുറച്ച് നേരം അവിടെ പോയി വെയിറ്റ് ചെയ്തു. ഫ്ലൈറ്റ് അങ്ങോട്ടും കൂടെ വരണമൊക്കെ തുടങ്ങി, ബോർഡിങ് തുടങ്ങി. ആൾക്കാരൊക്കെ എന്തിനാണ് ഇത്ര നേരത്തെ അവിടെ പോയി ക്യൂ നിൽക്കുന്നത്? ഞാൻ എപ്പോഴും ലാസ്റ്റാണ് കയറാറുള്ളൂ. പിന്നെ ഞാൻ ചോദിച്ചു വാങ്ങിയായിരുന്നു എനിക്ക് അതായത് കുറച്ച് എക്സിക്യൂട്ടീവ് സീറ്റ്സിൻ്റെ ബാക്കിൽ സീറ്റ് തരണം എന്ന്, കാരണം അതിൽ ലെഗ് സ്പേസ് ഒരുപാട് ഉണ്ടാവുമല്ലോ. എവിടെ പോയാലും ക്യൂ ആയിരുന്നു, അതായിരുന്നു അതിൻ്റെ ഒരു രസം. അങ്ങനെ കയറാനും ക്യൂ ആയിരുന്നു ഗൈസ്, വലിയ ക്യൂ ആയിരുന്നു. പിന്നെ ഞാൻ ഇൻഡിഗോ ഫ്ലൈറ്റ് അല്ലേ ബുക്ക് ചെയ്ത് വന്നപ്പോൾ ഖത്തർ എയർവേസിൻ്റെ മുഖംമൂടി അണിഞ്ഞിട്ടുള്ള ഇൻഡിഗോ, അത് ഇൻഡിഗോ ഓപ്പറേറ്റ് ചെയ്യുന്ന ഖത്തറാന്ന് തോന്നുന്നു. ഞാനൊന്ന് ഞെട്ടിപ്പോയി ഒരു നിമിഷത്തിൽ. പിന്നെ ഇവിടുത്തെ ഞാൻ എത്തി നോക്കി ഗൈസ് കോക്പിറ്റിനുള്ള എന്താണെന്നുള്ളത്. പക്ഷേ ആ സെക്യൂരിറ്റി ചേട്ടൻ സമ്മതിച്ചില്ല എന്താ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ എൻ്റെ നല്ല സീറ്റായിരുന്നു. പിന്നെ ഞാൻ ബർഗർ വാങ്ങിച്ചത് കയറിയപ്പോഴത്തേന് ഒരു അരമണിക്കൂർ ആകുമ്പോഴത്തേന് ഞാനത് കഴിച്ചായിരുന്നു കേട്ടോ, കാരണം എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ 3-3.5 മണിക്കൂർ ചുമ്മാ കഴിക്കാതെ ഇരിക്കേണ്ടതെന്ന് ആലോചിച്ചിട്ട്. പിന്നെ ഇതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് വിൻഡോ സീറ്റ് അല്ല കിട്ടിയത്. ഞാൻ അങ്കിളോട് ചോദിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്കിളുടെ എക്സൈറ്റ്മെൻറ്റ് കണ്ടപ്പോൾ ഞാൻ ചോദിക്കാൻ നിന്നില്ല. പിന്നെ ഭാഗ്യത്തിന് എനിക്ക് കോഫി ചോദിച്ചപ്പോൾ അവർ കോഫി കൊണ്ടു തന്നായിരുന്നു കേട്ടോ. എൻ്റെ അപ്പുറത്തുള്ള അങ്കിൾ ഫുള്ള് ഉറക്കമായിരുന്നു, കയറിയപ്പോൾ തൊട്ട് ഉറക്കമായിരുന്നു ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വെച്ചാൽ ഈ അങ്കിൾ എന്നെ തല്ലും എന്ന് കണ്ട ബാക്കിലുള്ള ആളിനെ നോക്കലണ്ട. പിന്നെ ഇതൊക്കെ തന്നെയായിരുന്നു. കുറേ നേരം പുറത്ത് നോക്കിയിരിക്കും, കുറേ നേരം മൂവി കണ്ടു തോന്നണ ഏതോ. പിന്നെ ലാൻഡിങ് ആണ് ഈ കണ്ടത് കേട്ടോ, നല്ല അടിപൊളി ലാൻഡിങ് ആയിരുന്നു. പിന്നെ അവിടെ എത്തി. പിന്നെ എമിഗ്രേഷൻ അവിടെ ഒന്നുമില്ല, ക്യൂ ഉണ്ടായിരുന്നു, ബട്ട് ഒന്നും ചോദിച്ചൊന്നുമില്ല. എന്നെ 3-4 പ്രാവശ്യം കണ്ണും കൈയൊക്കെ വെപ്പിച്ചായിരുന്നു. പിന്നെ ബാഗേജിൽ നിന്ന് ലഗേജൊക്കെ കളക്ട് ചെയ്ത്, ലഗേജ് വരെ കുറച്ച് ലേറ്റായി പോയിട്ടോ. അങ്ങനെ ഇമ്മാനെ ഇപ്പാനെയൊക്കെ കണ്ടു. അപ്പോൾ അടുത്ത വ്ളോഗായിട്ട് വരുന്നവരെ ടാറ്റാ.